ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. കുറച്ചെല്ലാം ചെറിയൊരു തിരക്കിലൊക്കെ പെട്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഈ നമ്മൾ ചെറിയൊരു ലഡാക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഡിസംബർ 25 തീയതിയാണ് നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുള്ളത്. നമ്മളെ അതോലൊക്കെയായിട്ടാണ് പോകാനുള്ള പ്ലാനിങ് ഉള്ളത്. അപ്പോൾ അന്നേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ക്യാമ്പിങ്ങിന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാണ്ട്. അപ്പോൾ അന്ന് കോഴിക്കോട് ഡീക്കാത്തിലോണ് പോയിട്ട് നമ്മളൊരു ചെയർ, അതേപോലെ ഒരു ക്യാമ്പിങ്ങിനുള്ള ടേബിൾ, കാര്യങ്ങൾ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടേബിളൊക്കെ മേടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കൂടുതൽ ഡീറ്റെയിലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അങ്ങനെ കേസ് പോണ വഴിക്ക് നമുക്ക് ചെറുതായിട്ട് പണി കിട്ടി. ഇതാ നമ്മളെ ട്രാഫിക് പോലീസ് ജസ്റ്റ് വന്ന് കൈ കാണിച്ച് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രാച്ച് ഗാർഡിനാണ് നമ്മൾ ഫൈൻ ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ സ്ക്രാച്ച് കാർഡ് ഫിറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അവരെ ഫോർമാലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അങ്ങനെ കേസ് നമ്മൾ കോഴിക്കോട് ഡീക്കാത്തിലോണ് പോണ വഴി ജസ്റ്റ് നമ്മളെ വണ്ടി നമ്മൾ അതോലോകത്തൊന്ന് പോലീസുകാർ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ച് എന്താ വെച്ചാൽ പ്രധാന കാരണം നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ക്രാച്ച് ഗാർഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനെ ആ ബുക്കും പേപ്പറൊക്കെ തപ്പിയെടുക്കാൻ നേരത്തെ അവർ പറഞ്ഞു ബുക്കും പേപ്പറൊന്നും വേണ്ട, ഒക്കെ ഫുള്ള് ഒരു മെഷീൻ ഉണ്ടല്ലോ, അപ്പോൾ ഫുള്ള് മെഷീനറി കാര്യങ്ങളാവുകൊണ്ട് ബുക്കും പേപ്പറൊന്നും ആവശ്യമില്ല. ഒരു ലൈസൻസ് കയ്യിലുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കാൻ പറഞ്ഞു, ലൈസൻസ് കാണിച്ചെടുത്തു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഫ്രണ്ടിലുള്ള സ്ക്രാച്ച് ഗാർഡ് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാരണം പറഞ്ഞിട്ടുള്ളത്. അതിനാണ് നമുക്ക് ഫൈൻ ഇട്ടിട്ടുള്ളത്. ഫൈൻ ഇട്ടത് ജസ്റ്റ് ഫസ്റ്റ് അവർ പറഞ്ഞാൽ 5000 രൂപയാണ് നമുക്ക് ഫൈൻ ഈടാക്കിയിട്ടുള്ളത്. പിന്നെ അങ്ങനെ ജസ്റ്റ് ഫാബ്രിക്കേഷൻ്റെ വർക്കാണ്, പൈസ ഇല്ല സാറേ, അങ്ങനെ കൂലിപ്പണിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് അവർ 250 രൂപയിൽ ഒതുക്കി തന്നു. ഫുള്ള് മാന്യമായിട്ടുള്ള സംസാരം, ഡീസൻറ്റ്, എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാവാനോ ഫുള്ള് കോമഡി ആയിട്ട് തന്നെ നമ്മൾ പോലീസുകാർ ഈ പെയിൻറ്റും കാര്യങ്ങളും വണ്ടീനെ കണ്ടപ്പോഴൊക്കെ ഒരു ചെറിയൊരു കൗതുകം തോന്നിയിട്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലൊക്കെ നമുക്ക് പോലീസുകാർ ചോദിച്ച് മനസ്സിലാക്കി. ഇതിൻ്റെ മുകളിലുള്ള വാട്ടർ ടാങ്ക് എന്താണ്, അതിന് എത്ര ലിറ്റർ വെള്ളം കൊള്ളും, എന്താണ് അതിൻ്റെ ആവശ്യം കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. പിന്നെ അതൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് പിന്നെന്താ വെച്ചാൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സ്ക്രാച്ച് ഗാർഡ് എന്ന് പറഞ്ഞത് ഒന്നിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് എന്താ പറയുക, ചെറിയൊരു സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു തട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെയുള്ളൊരു ചെറിയ സേഫ്റ്റി അതാണ്. അതും കൂടി ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിച്ച് കയറിപ്പോവും. അത് മെയിൻ തട്ട് കെട്ടിയാൽ ഭയങ്കര ചേസ് അടക്കം ഉള്ളിലേക്ക് പോകും ക്രാഷ് ഗാർഡ് ഉണ്ടെങ്കിൽ, അത് വേറൊരു കാര്യം. പിന്നെ നമുക്ക് ജസ്റ്റ് വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു വറുതല പിടിക്കലൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് കയറ്റൊന്നും പറ്റാതിരിക്കാനൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച് സ്ക്രാച്ച് ഗാർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ മനസ്സിലായതെന്ന് വെച്ചാൽ അത് വെക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ അടുത്ത് നിന്ന് വേറൊരു യാത്രക്കാരായാലും തട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അവർക്ക് പരിക്ക് പറ്റാനൊക്കെ സ്ക്രാച്ച് ഗാർഡ് ഉണ്ടായാൽ കാരണമാവും. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് സെൻസറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വർക്കാവില്ല ഈ എന്താ പറയുക സ്ക്രാച്ച് ഗാർഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ പോണ വഴിക്ക് ജസ്റ്റ് കോഴിക്കോട് ഡിക്കാത്തിലോണ് പോണ വഴിക്ക് ജസ്റ്റ് ഒരു 250 രൂപ നമുക്കറിയാതെ ജസ്റ്റ് പോയി. എന്നാലും നമുക്ക് എന്താ പറയുക കൂടുതലൊന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മട്ടം കറക്കാതെ ജസ്റ്റ് വേഗം കൈകാര്യം ചെയ്ത് കിട്ടും. അപ്പോൾ അത് പൂരി വെക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഈ നമുക്ക് നേരെ ഡീക്കാത്തിലോണ് പോകാം. ഓക്കെ, അപ്പോൾ ഗീസ് അങ്ങനെ നമ്മൾ കോഴിക്കോട് ഡീക്കാത്തിലോണ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുള്ള തിരക്കുണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് പോയി നോക്കാം. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് തണലില്ലേ, ഫുള്ള് വെയിലാണ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഡീക്കാത്തനുള്ള പാർക്കിംഗ് ഏരിയ എത്തി. നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ നേരത്ത് ആവശ്യം വരുന്നൊരു ടേബിളും അതുപോലെ നമുക്ക് 2 ചെയറുമാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഫോർമാലിറ്റിയും കാര്യങ്ങളും അങ്ങനെ നോക്കാം നമുക്ക്. കോവിഡ് അവിടെ എന്തൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. ഇവിടെ കേരള ടു കാശ്മീർ പോകുന്ന 2 ടീമുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ആൾ ഇന്ത്യ ട്രിപ്പ് പ്ലാനിങ്? അതെ അതെ, ആൾ ഇന്ത്യ അല്ലേ? ബിൻഡോ എവിടെ? തൃശ്ശൂർ. നിങ്ങൾ 2 പേരാ? പുള്ളി സുബിൻ തൃശ്ശൂരിൽ നിന്ന്. ആൾ ഇന്ത്യ ട്രിപ്പ് അല്ലേ? ഓക്കെ. ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് ഇവിടെ എത്തി. എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും? കവർ ചെയ്തല്ലേ? ഓക്കെ. ഇതായില്ലേ? നീ എവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ? റൂം എടുക്കാതോ? ടെൻ്റ് അടിക്കാതോ? ടെൻ്റ് അടിച്ച് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ഓക്കെ, ഹാപ്പി ജേണി. നമ്മൾ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങൾ ലഡാക്ക് പോലുള്ള പരിപാടിയാണ് ഡിസംബർ 25-ാം തീയതി. അപ്പോൾ അന്നേക്കൊരു വണ്ടി അതോലോക കിടക്കണം. അപ്പോൾ ഒരു ദ വിൻറ്റേജ് വരുന്ന നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ആ അപ്പോൾ ഓക്കെ, ശരി. ഡിസംബർ കാണാം. ഓക്കെ. ഫോൺ നമ്പറോ? 9142 144 922. വിനീഷ്. ഇതിനൊക്കെ എത്ര വരുന്നേ? സാധനത്തിനൊക്കെ 5000. നമ്മൾ ഈ ചെയറും ഈ ഇരിക്കണ 2 സ്റ്റൂളല്ലോ എടുക്കാൻ ഉദ്ദേശിച്ച്? ഈ സ്റ്റൂൾ അല്ലേ? അപ്പോൾ ഗൈസ് ഇവിടെ ക്യാമ്പിങ്ങിന് പറ്റി ഒരുപാട് ചെയറും സ്റ്റൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റേറ്റാണ്. പക്ഷേ റേറ്റിനൊത്ത ക്വാളിറ്റിയും കാര്യങ്ങളാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് മൊത്തം. അപ്പോൾ ഗൈസ് ഇത്രയും സാധനങ്ങളാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ടേബിള്. അങ്ങനെ ജസ്റ്റ് അത് നോക്കി വെക്കലേ.
അങ്ങനെ കേസ് നമ്മൾ പർച്ചേസിൻ്റെ ഇടയിൽ നമ്മളെ മഹേഷിൻ്റെ പ്രതികാരം അതേപോലെ വരുത്തനിലൊക്കെ ഉള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു നടനെ നമ്മൾ അവിടുന്ന് കണ്ടുമുട്ടി. ജസ്റ്റ് ഒരു സെൽഫി എടുക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഈ എന്താ പറയുക, ഒരു ജാള ഇല്ലാത്തൊരു ആള്, നല്ല അടിപൊളി. അപ്പോൾ കേസ് അങ്ങനെ നമ്മൾ കോഴിക്കോട് ഡീകാത്തലോണിൽ വന്നിട്ട് നമ്മൾ ചെറിയൊരു ക്യാമ്പിംഗ് ടേബിളും അതുപോലെ രണ്ട് സ്റ്റൂളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ചെറിയൊരു ബാഗ്, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയുക ചെറിയ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തിട്ടാവും ഇനി അടുത്ത കുക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ലഡാക്ക് യാത്രയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തിട്ട് ബെല്ലൈക്കൺ ഞാൻ ഓൾ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.